വയനാട് ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതിൽ കൈകഴുകിയ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ഹൈക്കോടതി. കേന്ദ്രത്തിന് നടപടി സ്വീകരിക്കാനാകുമെന്ന് ഹൈക്കോടതി. ഇല്ലെങ്കിൽ കേന്ദ്രം അശക്തരെന്ന് പറയേണ്ടി വരുമെന്നും വിമർശനം. തീരുമാനത്തിന് 3 ആഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചു. ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഇപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം 1 വർഷം ആകാൻ പോകുന്നു. ഈ ഒരു സമയത്താണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് വരുന്നത്. അതിൽ എന്താണ് ഹൈക്കോടതിയുടെ വിമർശനം? ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളാനാവില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും 3 ആഴ്ചക്കകം ഇതിൽ നിലപാട് അറിയിക്കണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വായ്പ എഴുതിത്തള്ളാൻ സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ 73-ാം അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം. ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഒഴിവാക്കി എന്നാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നത്. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജ്യത്ത് ഒരു നിയമമുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകും, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തർ എന്ന് പറയേണ്ടി വരും എന്നാണ് കോടതി പറയുന്നത്. ഏതായാലും 3 ആഴ്ചക്കകം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കാനാണ് കോടതി ഇന്ന് നിർദ്ദേശം നൽകിയത്. ശരി ഷബ്ന, വയനാട് ദുരന്തബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളുന്നതിലാണ് കൈകഴുകിയ കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി നിശിതമായി വിമർശിക്കുന്നത്.